അപ്പം ഞമ്മക്കേ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ചോറും ചാറൊക്കെ ഇങ്ങോട്ട് ആക്കിയാലോ. ഇന്ന് ഞാൻ രാവിലെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് എന്തോ ഒരു മടിയായിരുന്നേ. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് കഴിച്ചപ്പോൾ വിചാരിച്ചു എന്തായാലും ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും ഒക്കെ ഒരു ചെറിയൊരു ഷോർട്ടാക്കി അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് പണിയെടുക്കാനൊന്നും സമാധാനത്തിൽ അങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ വേഗം ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ കുഞ്ഞമത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കറിയാക്കണം, കുറച്ച് പൊരിക്കും വേണം. അപ്പോൾ അതാട്ടോ കറിയാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് എല്ലാം പാടൊന്ന് മുറിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തോണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവയും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടൊന്നുമില്ല, വേഗം എളുപ്പത്തിൽ അതിലേക്ക് അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തതാണ്. അങ്ങനെ ഇതാക്കണേ അതൊന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഒന്ന് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം വെച്ച് അപ്പുറത്ത് പോയപ്പോഴേക്കും തിളച്ചോന്ന് വിചാരിക്കണ്ട, അതിൻ്റെ ഇടയിൽ പല പണികളും നടക്കുന്നുണ്ടായിനി കേട്ടോ. അങ്ങനെ എന്തായാലും അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് അവിടുന്ന് വേവട്ടെ. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്കുള്ള മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പുളിവെള്ളമൊക്കെ പിഴിഞ്ഞ് അതിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചേർത്ത് ഒന്ന് അതിൻ്റെ കറിയും ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ നന്നാക്കിയിട്ടില്ല, മീൻ നന്നാക്കിയിട്ട് വേണം അതിലിട്ട് കൊടുക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കിയ തുണികൾ ആറിയിട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ പുറത്ത്. എന്തായാലും വേണ്ടിയില്ല, എടുത്ത് ഇങ്ങനെ നിലത്തുനിന്ന് വീകുമ്പോൾ പെറുക്കി വെക്കേണ്ടി വരും. എന്നാലും മുറ്റത്ത് തന്നെ കൊണ്ടുപോയിട്ട് ആറിയിട്ടിട്ടുണ്ട് കേട്ടോ. വെയിൽ കണ്ടാൽ പിന്നെ എങ്ങനെയാണ് ഇടാണ്ട് നിൽക്കുക മുറ്റത്തെ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വേഗം തുണികളും ആറിയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ പോയി വേഗം മീനൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. കറിയിലേക്കുള്ളത് അതിൻ്റെ ആ ഒരു കറിയിലിട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മീനൊന്ന് പൊരിക്കാൻ ഒന്ന് മസാല പെരക്കിയിട്ട് അതും ഒന്ന് പെരക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ആയതിൻ്റെ ശേഷം ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഉറ്റിച്ചിട്ട് അതവിടെ ഓഫാക്കി വെക്കുകയാണ്. പിന്നെ ഇന്ന് ഉപ്പേരി വെക്കുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടും വേഗം ഒന്ന് ചിരണ്ടി എടുത്തു. ഉള്ളിയും പച്ചമുളകൊക്കെ എല്ലാം പാടെ അതിലേക്ക് തന്നെ അങ്ങോട്ട് മുറിച്ചിട്ടു. വേഗം ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ഇനി ഉപ്പേരിയും കൂടെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഉപ്പേരിയിൽ തേങ്ങ ചിരണ്ടി ഇടുമ്പോഴാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ട് വെക്കുന്നത്. അപ്പം ഞാൻ അതിലേക്കുള്ള തേങ്ങയും ഒന്ന് ചിരണ്ടി എടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അതും കൂടെ ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്ന് നേരത്തെ തന്നെ അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാനിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ ചായ കുടി കഴിഞ്ഞിട്ട് വേഗം ആ പണികളൊക്കെ തീർത്തിട്ടാണ് കേട്ടോ ഇതിന് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പേരിയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അതുവരെ ഉണ്ടായിരുന്ന കുറച്ച് പാത്രം കഴുകാനായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അതൊക്കെ ഒന്ന് കഴുകി എടുത്തു കേട്ടോ. ഇനി ഇതാ ഞാൻ ചോറ് വയ്ക്കുകയാണ്. ഞാൻ തലേ ദിവസത്തെ കറിയൊക്കെയാണ് എടുത്തത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് കളയേണ്ടി വരുവേ.